എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. +2 സേ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് VHSC സേ പരീക്ഷയുടെയും അതുപോലെ HSCയുടെയും ഒക്കെ റിസൾട്ട് ഒരുമിച്ചാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എല്ലാതും നമുക്ക് ഒരേ സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ കാര്യം ഞാൻ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഫോണിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾ പുറത്തൊന്നും എവിടെയും പോയിട്ട് പൈസ കൊടുത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, നിങ്ങളുടെ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ എടുക്കാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ സേ പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇക്കഴിഞ്ഞ പബ്ലിക് എക്സാം, അതായത് 2025 മാർച്ചിൽ നടന്ന പരീക്ഷയുടെ റിസൾട്ട്, അതിൽ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സേ പരീക്ഷ നടന്നിരുന്നത്. അപ്പോൾ ആ സേ പരീക്ഷയുടെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ HSC ഓക്കെ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ HSC എന്ന് ടൈപ്പ് ചെയ്യുക. HSC സേ എക്സാം റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. HSC സേ എക്സാം റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു പേജ് നമുക്ക് കിട്ടും. ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്താൽ നമുക്ക് ഇതുപോലുള്ള ഒരു പേജ് കിട്ടും. ആ പേജിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള എക്സാമിനേഷൻ റിസൾട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ പബ്ലിഷ്ഡ് റിസൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പബ്ലിഷ്ഡ് റിസൾട്ടിൽ ഇവിടെ എന്തൊക്കെയുണ്ട്? എക്സാമിന്റെ പേരുണ്ട്, VHSC സേ ഇംപ്രൂവ്മെന്റ് മോഡുലർ എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പബ്ലിഷ്ഡ് ഓൺ, അതിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ ഡേറ്റ് ആണ്. പിന്നെ ഏത് സമയം എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻസ് എന്നുള്ള റൈറ്റ് സൈഡിൽ അവിടെ ചെക്ക് റിസൾട്ട് എന്നുള്ള ഭാഗമുണ്ട്. നിങ്ങൾ VHSCക്കാരാണെങ്കിൽ, ഓക്കെ, VHSCക്കാരാണെങ്കിൽ ഇവിടെ മോഡുലാർ എന്ന് പറയുന്നതും അതുപോലെ NSQF എന്ന് പറയുന്ന ന്യൂൺ സ്കീം വരുന്ന കുട്ടികളും അതുപോലെ തന്നെ പിന്നെ മോഡുലാറും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏതാണ് ഉൾപ്പെടുന്നത് വെച്ചാൽ അതിന്റെ നേരെയുള്ള ചെക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. അതുപോലെ തന്നെ HSC ആണെങ്കിൽ അതിന്റെ താഴെ HSC സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയും ചെക്ക് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വേറെ നമുക്ക് വരും. അതില് HSC ആണെങ്കിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന HSC ആണ്. HSC സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ 2025 എന്നുള്ള ഹെഡിങ് ഉണ്ട്. നിങ്ങൾ VHSC ആണെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് VHSCയിലാണെങ്കിൽ അവിടെ ഇതുപോലെ VHSC ആണ് കാണിക്കുക. ഓക്കെ, എന്തായാലും അവിടെ രജിസ്റ്റർ നമ്പർ പിന്നെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റർ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നമ്മളുടെ ഹോൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ ആണ് എന്ത് ചെയ്യേണ്ടത്? എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ താഴേക്ക് ഒരു കോളം കാണാം. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് അത് പിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ അതിന്റെ ഡേറ്റ്, മന്ത്, അതുപോലെ തന്നെ വർഷമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് അത് കണക്ട് ചെയ്ത് അത് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിക്ക് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നു പ്ലീസ് ഫിൽ ദ ടെക്സ്റ്റ് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഇമേജ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു എന്താണ് ടെക്സ്റ്റ് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഫീൽഡ്, അതായത് ടെക്സ്റ്റ് ഫ്രം ഇമേജ്, ഒരു ഇമേജില് ഇപ്പൊ ഇവിടെ BWJSS എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ആണെങ്കിൽ സ്മോൾ ലെറ്ററിലും, ചിലപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ തരും. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ആ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്ന് പറയുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഈ പേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെക്ക് റിസൾട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചെക്ക് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് അവിടെ പബ്ലിഷ് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, നമ്മൾ ജയിച്ചതാണെങ്കിൽ തോറ്റതാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളിൽ പലരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതിന്റെ താഴെ ഒരു പ്രത്യേകമായിട്ടൊരു നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ദ PDF ഡൗൺലോഡ് ബട്ടൺ വിൽ ബി എനേബിൾഡ് at 18
18/7/2025 2 PM in 1 hour എന്നാണ്. ഓക്കെ, അപ്പൊ 2 PM നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പൊ 2 മണിക്കാണ് നിങ്ങൾ ഇത് വീണ്ടും ഇതുപോലെ തന്നെ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ചെക്ക് റിസൾട്ട്, അപ്പോൾ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ 2 മണിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഓർത്തിരിക്കുക, അലാം ചെയ്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു എന്താണ്, നമ്മളുടെ ഒരു സ്ക്രീൻഷോട്ട് പോലുള്ള ഒരു പേജ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ PDF ആയിട്ടാണെങ്കിൽ കൃത്യമായിട്ട് PDF ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. അത് 2 മണി വരെ നമ്മൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് മാക്സിമം എന്തൊക്കെയാണ് വന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ചാനലിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി ഫർദർ നമുക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയം ഉണ്ടാവട്ടെ. എല്ലാവരും ജയിച്ചു എന്ന് കരുതട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു അപ്ഡേറ്റുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.